നല്ല അടിപൊളി ഒരു സാലഡിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല മധുരവും ഉപ്പും പുളിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ. സാലഡ് കഴിക്കാൻ നല്ല മടിയുള്ള ആളാണ് കേട്ടോ ഞാൻ. എന്നിട്ട് പോലും ഈ സാലഡ് ഫുള്ള് ഞാൻ കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതേപോലെ ഒരു ബൗൾ സെറ്റാക്കി വെക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു സാലഡിൻ്റെ മെയിൻ താരം എന്ന് പറയുന്നത് ഇവനാണ് കേട്ടോ. ഈ ഒരു മാങ്ങ വെജിറ്റബിൾസ് പിന്നെ നമ്മൾ സ്ഥിരമായിട്ടിടുന്ന വെജിറ്റബിൾസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ ഒരു മാങ്ങ മാത്രമാണ് സ്പെഷ്യലായിട്ട് ഞാൻ ചേർത്തത്. മാങ്ങ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ അതേപോലെ നമ്മൾ ക്യാരറ്റും തിന്നായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. എനിക്ക് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഇട്ട സാലഡാണ് കേട്ടോ ഒന്നുകൂടെ ഇഷ്ടം. ക്യാരറ്റും കുക്കുംബറും കുറച്ച് മല്ലിയിലയും കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില വേണം എന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ്. പിന്നെ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച മാങ്ങ ഇട്ട് കൊടുത്തു. ലാസ്റ്റ് അതിൽ കുറച്ച് നാരങ്ങ ജ്യൂസ്, ഉപ്പ്, കുരുമുളക്, പിന്നെ കുറച്ച് തേനും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഞാനിതിൽ തേൻ ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്ത് ഒന്നുകൂടി അടിപൊളിയായിരിക്കും. മാങ്ങ മധുരം ഉണ്ടെങ്കിൽ തേനിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ നോർമൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാലഡും കുറച്ച് ഉണ്ടാക്കി. പക്ഷേ ഈ ഒരു സാലഡാണ് കേട്ടോ ഫുൾ ബൗള് തീർന്നത്. ഇനി ഈ സാലഡിലും ഒന്നും കൂടി വെറൈറ്റി ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് ലൈസ് ഉണ്ടായിട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ പൊടിച്ച് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കഴിച്ചപ്പോൾ അത്യാവശ്യം ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കഴിക്കണം. ആ ഒരു ലൈസ് തണുത്തു പോവാതെ പെട്ടെന്ന് തന്നെ കഴിക്കണം. അപ്പോൾ എന്തായാലും ഈ സാലഡ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.